സ്നേഹദീപം തെളിയുന്നു, നാഥനീശോ അണയുന്നു. സ്നേഹദീപം തെളിയുന്നു, നാഥനീശോ അണയുന്നു. ഉരുകുമീ തിരികൾ പോ, ഉയരുമീ ധൂപം പോ, ഉരുകുമീ തിരികൾ പോ, ഉയരുമീ ധൂപം പോ. ബലിയായി നവബലിയായി നാഥനേ നാമണയാം. താതനാം ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാവാം ദൈവം. താതനാം ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാവാം ദൈവം. ത്രിത്വൈക ദൈവമേ ആരാധന. സമയം സമാഗതമായി അനുദപിച്ചിടുവിൻ. സമയം സമാഗതമായി അനുദപിച്ചിടുവിൻ. പെസഹാനാളിൻ പ്രഭ പോലെ പാരീതമാകാം. ഹൃദയം നിറയെ ജീവൻ പകരും. സ്നേഹവിൽ നീ പങ്കുചേരാം, ഈ സ്നേഹവിൽ നീ പങ്കുചേരാം. സ്നേഹവിൽ നീ പങ്കുചേരാം, ഈ സ്നേഹവിൽ നീ പങ്കുചേരാം. താതനാം ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാവാം ദൈവം. താതനാം ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാവാം ദൈവം. ത്രിത്വൈക ദൈവമേ ആരാധന. ബലിയായി തിരുബലിയായി ക്രൂശിൽ നമുക്കായി മുറിഞ്ഞൊരു സ്നേഹം. ബലിയായി തിരുബലിയായി ക്രൂശിൽ നമുക്കായി മുറിഞ്ഞൊരു സ്നേഹം. നാഥൻ കുരിശോടു ചേരുന്നു, നരകുരിശും വിശുദ്ധമാകുന്നു. നാഥൻ ക്രൂശോടു ചേരുന്നു, നരകുരിശും വിശുദ്ധമാകുന്നു. അതുപോൽ ഈ ബലിയെ ഞാനും എന്റെ ഏകുതി. ജീവിതം വിശുദ്ധമായിടും, ഈ ജീവിതം വിശുദ്ധമായിടും. ജീവിതം വിശുദ്ധമായിടും, ഈ ജീവിതം വിശുദ്ധമായിടും. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം ഇരിക്കാം. സ്നേഹ ബഹുമാനപ്പെട്ട ജോൺസൺ അച്ച, ഇന്നേ ദിവസം ദിവ്യകാരുണ്യത്തിനായി ഒരുങ്ങുന്ന ആൻ ഗോമസ്, അഫിൻ ഗോമസ്, അവരുടെ മാതാപിതാക്കൾ അനിൽ, ഷാർലറ്റ്, പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ആത്മീയ യാത്രയിലെ സുപ്രധാനമായ നിമിഷത്തിനാണ് ഇന്ന് നാം സാക്ഷ്യം വഹിക്കുക. തിരുസഭ ജന്മമെടുത്ത മഹത്തായ പെന്തക്കോസ്തയുടെ നിറവിൽ ഭാരതസഭയുടെ 4ാമത്തെ വിശുദ്ധയും ഹോളി ഫാമിലി സന്യാസി സമൂഹത്തിൻ്റെ സ്ഥാപകയുമായ വിശുദ്ധ മറിയം ത്രേസ്യയുടെ തിരുനാൾ ഓർമ്മ മധ്യേ
തിരുഹൃദയത്തിനായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ജൂൺ മാസത്തിലെ കർത്താവിൻ്റെ ഈ ദിനത്തിൽ തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അടുത്ത ഒരുക്കത്തോടെ യേശുക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവും ആദ്യമായി സ്വീകരിക്കുന്ന അഫിൻ ഗോമസിനെയും ആൻ ഗോമസിനെയും ചേർന്ന് അത്യഗാധമായ കൃപയുടെ നിമിഷത്തിലേക്ക് നാം എല്ലാവരും പ്രവേശിക്കുന്നു. നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉറവിടവും ഉച്ചകോടിയുടെ വിശുദ്ധ കുർബാന ദൈവമക്കളുടെ ആത്മാക്കളെ പോഷിപ്പിക്കുകയും അവർണ്ണീയമായ സമർപ്പണത്തിനായി നമ്മെ പാകപ്പെടുത്തുകയും ചെയ്യട്ടെ. പന്തക്കോസ്തയുടെ പ്രാധാന്യത്താൽ ഈ വിശുദ്ധ നിമിഷം അതിസമ്പന്നമാണെന്ന് അപ്പോസ്തല പ്രവർത്തനത്തിലെ 2-ാം അധ്യായത്തിൽ നിന്നുള്ള 1-ാം വായന നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വെറും സാധാരണക്കാരായ ഏതാനും ഗലീലിയർ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിസ്നാനം സ്വീകരിച്ചപ്പോൾ അത്യഗാധമായ ജ്ഞാനവും ധൈര്യവും സ്വന്തമാക്കി. ക്രിസ്തുവിൻ്റെ ശിഷ്യനടുത്ത വീര്യവും എരിവും പരിശുദ്ധാത്മാവ് അവരിൽ ഉജ്ജ്വലിപ്പിച്ചു. യേശു വാഗ്ദാനം ചെയ്ത നമ്മെ ശക്തിപ്പെടുത്തുകയും വിശദീകരിക്കുകയും ചെയ്യുന്ന പെന്തക്കോസ്തയിലെ പരിശുദ്ധാത്മാവ് പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ 2 കുഞ്ഞുങ്ങളെയും സ്വന്തമാക്കട്ടെ. പ്രതിവചന സങ്കീർത്തനത്തിൽ നാം ആവർത്തിച്ച് പറയാൻ ഒരുങ്ങുന്നത് പോലെ തൻ്റെ ജീവശ്വാസമയച്ച് ഈ കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളെയും അവിടുന്ന് നവീകരിക്കട്ടെ. ജെറുസലേമിലെ വിശുദ്ധ സിറിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നു: എല്ലാവരിലും ഒരുപോലെ സജീവമായിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഓരോരുത്തരുടെയും കഴിവും സ്വീകരിക്കുവാനുള്ള സന്നദ്ധതയും അനുസരിച്ച് തൻ്റെ ദാനങ്ങൾ വിതരണം ചെയ്യുന്നു. ഇന്നത്തെ 2-ാം വായനയുടെ സംഗ്രഹവും അതുതന്നെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിലൂടെ അതുല്യമായ കൃപകൾ പരിശുദ്ധാത്മാവ് നമ്മിൽ നിക്ഷേപിക്കുകയും തീഷ്ണതയിൽ ജ്വലിച്ച് ദൗത്യത്തിനായി ഒരുക്കുകയും ചെയ്യുന്നു. അടയാളങ്ങളുടെ പുസ്തകമെന്ന്, മഹത്വത്തിൻ്റെ പുസ്തകമെന്നും അറിയപ്പെടുന്ന വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 20-ാം അധ്യായമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. തിരുസഭയിലെ വേദപരംഗതനായ വിശുദ്ധ അഗസ്തീനോസ് സുവിശേഷ ഭാഗത്തെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു: പെന്തക്കോസ്തയിൽ അപ്പോസ്തലന്മാർക്ക് ലഭിച്ചത് കൂദാശയിലൂടെ നമുക്കും ലഭിക്കുന്നു. അതേ ആത്മാവ്, അതേ തീ, അതേ സ്നേഹം. പ്രിയമുള്ളവരെ, കൂദാശയുടെ കൂദാശിയാണ് വിശുദ്ധ കുർബാന. കത്തിയെരിയുന്ന തീക്കട്ടയാണത്. ഹൃദയമെരിയുന്ന അനുഭവത്തിലേക്ക് ഈ 2 കുഞ്ഞുങ്ങളും ഇന്ന് ഉണരട്ടെ. യേശുവിൻ്റെ തിരുഹൃദയം വറ്റാത്ത സ്നേഹത്തിൻ്റെ നീരുറവയാണെന്ന് വിശുദ്ധ മർഗരീത്ത മറിയം അടയാളപ്പെടുത്തിയപ്പോൾ, ഞാൻ വിശുദ്ധ കുർബാനയിൽ യേശുവിനെ സ്വീകരിച്ചപ്പോൾ ഞാൻ മരിക്കുമെന്ന് കരുതിയ അതേ വലിയ സ്നേഹം എനിക്ക് ഉള്ളിൽ അനുഭവപ്പെട്ടുവെന്ന് ഈശോയുടെ കുഞ്ഞു തെരേസ പറഞ്ഞു വെച്ചു. വിശുദ്ധ കുർബാന എന്ന അവർണ്ണീയമായ ദാനവും പെന്തക്കോസ്തയെ പൊതിഞ്ഞു പിടിച്ച പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യവും ജൂൺ മാസത്തിൻ്റെ തനത് സൗന്ദര്യവും ഹൃദയത്തിൽ തീഷ്ണതയും നമ്മിൽ ജ്വലിക്കണമേ എന്ന് പ്രാർത്ഥനയോടെ വാഴ്ത്തി വിളമ്പുന്ന പരിശുദ്ധ കുർബാനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടി. മിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, ഇന്ന് പന്തക്കുസ്ത തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം തന്നെ നമ്മുടെ 2 കുഞ്ഞുമക്കൾ ആനും അഫിനും ദിവികാരുണ്യ ഈശോയെ സ്വീകരിക്കുവാനായി നമ്മളോടുകൂടി ഉണ്ട്. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും യോഗങ്ങളും ഈ ആൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് വിശേഷിയായി കുഞ്ഞുമക്കളെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും എല്ലാവരെയും ഈ ആൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
ഈ ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടേണ്ടതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, സന്മനസ്സുള്ളോർക്ക് ശാന്തിഭൂമിയേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നു താഴ്മയായി. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സ്വലോകരാജനേ. സർവ്വിക ശക്തനാം ദൈവമേ താതനാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാനിവസൂനുവേ കർത്താവാം യേശു ക്രിസ്തുവേ ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു ദൈവത്തിൻ കുഞ്ഞാടേ. താതനം ദൈവത്തിൻ സ്വരൂപേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപമിരുന്നാവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ
ഗണേശുവേ നിം തൂകണി ഞങ്ങളിൽ. സത്യസ്വരൂപം പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവീശുവേ അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു തനേകനം നാഥനും. അങ്ങ് മാത്രം പരമോന്നതൻ ത്രിത്വൈക ദൈവമഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഇന്നത്തെ ആഘോഷത്തിൻ്റെ അനുഷ്ഠാനത്താൽ എല്ലാ ജനതകളിലും രാജ്യങ്ങളിലുമുള്ള അങ്ങേ സാർവത്രിക സഭയെയും അങ്ങ് പൗത്രീകരിക്കുന്നുവല്ലോ. ലോകം മുഴുവനിലും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ചൊരിയണമേ. സുവിശേഷം ആദ്യമായി പ്രഘോഷിക്കപ്പെട്ടപ്പോൾ പ്രവർത്തിച്ച ദൈവീക കാരുണ്യം ഇപ്പോഴും വിശ്വാസികളുടെ ഹൃദയങ്ങളിലൂടെ ചൊരിയണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായും ദൈവമായി എന്നും ജീവിച്ചു വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. പെന്തക്കോസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഉണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കുവാൻ തുടങ്ങി. ആകാശത്തിന് കീഴിലുള്ള സകല ജനപദങ്ങളിൽ നിന്ന് വന്ന ഭക്തരായ യഹൂദർ ജെറുസലേമിൽ ഉണ്ടായിരുന്നു. ആരവമുണ്ടായപ്പോൾ ജനം ഒരുമിച്ച് കൂടുകയും തങ്ങൾ ഓരോരുത്തരുടെയും ഭാഷകളിൽ അപ്പോസ്തലന്മാർ സംസാരിക്കുന്നതും കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. അവർ വിസ്മയഭരിതരായി പറഞ്ഞു, ഈ സംസാരിക്കുന്നവരെല്ലാവരും ഗലീലിയരല്ലേ? നാം എല്ലാവരും താന്താങ്ങളുടെ ഭാഷകളിൽ ശ്രവിക്കുന്നതെങ്ങനെ? പാർത്തിയാക്കാരും മേദിയക്കാരും എലാമിയാക്കാരും മെസപ്പൊട്ടോമിയൻ നിവാസികളും യൂദയായിലും കപ്പദോക്കിയായിലും പോന്തിസിലും ഏഷ്യയിലും താമസിക്കുന്നവരും ഫ്രീജിയായിലും പാംഫിലായിലും ഈജിപ്തിലും കിരോനിയയുടെ ലിബിയ പ്രദേശങ്ങളിലും നിവസിക്കുന്നവരും റോമായിൽ നിന്നുള്ള സന്ദർശകരും യഹൂദരും യഹൂദമതം സ്വീകരിച്ചവരും ക്രേത്യരും അറേബ്യരുമായ നാമെല്ലാം ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ അവർ വിവരിക്കുന്നത് നമ്മുടെ ഭാഷകളിൽ കേൾക്കുന്നുണ്ടല്ലോ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവെ, അങ്ങ് ജീവശ്വാസമയച്ച് ഭൂമുഖം നവീകരിക്കണമേ. കർത്താവേ, അങ്ങ് ജീവശ്വാസമയച്ച് ഭൂമിയുടെ മുഖം നവീകരിക്കണമേ. എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക.
എൻ്റെ ദൈവമായ കർത്താവെ, അങ്ങ് അത്യുന്നതനാണ്. കർത്താവെ, അങ്ങയുടെ സൃഷ്ടികൾ എത്ര വൈവിധ്യപൂർണ്ണങ്ങളാണ്. ഭൂമി അങ്ങയുടെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു. കർത്താവെ, അങ്ങ് ജീവശ്വാസം അയച്ച് ഭൂമുഖം നവീകരിക്കണമേ. കർത്താവേ, അങ്ങ് ജീവശ്വാസമയച്ച് ഭൂമുഖം നവീകരിക്കണമേ. അങ്ങ് അവയുടെ ശ്വാസം പിൻവലിക്കുമ്പോൾ അവ മരിച്ച് പൂഴിയിലേക്ക് മടങ്ങുന്നു. അങ്ങ് ജീവശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു. കർത്താവെ, അങ്ങ് ജീവശ്വാസം അയച്ച് ഭൂമുഖം നവീകരിക്കണമേ. കർത്താവേ, അങ്ങ് ജീവശ്വാസമയച്ച് ഭൂമുഖം നവീകരിക്കണമേ. കർത്താവിൻ്റെ മഹത്വം എന്നേക്കും നിലനിൽക്കട്ടെ. കർത്താവ് തൻ്റെ സൃഷ്ടികളിൽ ആനന്ദിക്കട്ടെ. എൻ്റെ ഈ ഗാനം അവിടത്തേക്ക് പ്രീതികരമാകട്ടെ. ഞാൻ കർത്താവിൽ ആനന്ദിക്കുന്നു. കർത്താവെ, അങ്ങ് ജീവശ്വാസം അയച്ച് ഭൂമുഖം നവീകരിക്കണമേ. കർത്താവേ, അങ്ങ് ജീവശ്വാസമയച്ച് ഭൂമുഖം നവീകരിക്കണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, യേശു കർത്താവാണെന്ന് പറയാൻ പരിശുദ്ധാത്മാ മുഖേന അല്ലാതെ ആർക്കും സാധിക്കുകയില്ലെന്ന് നിങ്ങൾ ഗ്രഹിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ധാന്യങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്ന് തന്നെ. ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവ് ഒന്ന് തന്നെ. പ്രവൃത്തികളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാറ്റിലും പ്രചോദനം നൽകുന്ന ദൈവം ഒന്ന് തന്നെ. ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതുനന്മയ്ക്ക് വേണ്ടിയാണ്. ശരീരം ഒന്നാണെങ്കിലും അതിൽ പല അവയവങ്ങളുണ്ട്. അവയവങ്ങൾ പലതാണെങ്കിലും അവയെല്ലാം ചേർന്ന് ഏക ശരീരമായിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ക്രിസ്തുവും. നമ്മളെല്ലാവരും ഒരേ ആത്മാവിൽ ഏക ശരീരമാകാൻ ജ്ഞാനസ്നാനമേറ്റു. യഹൂദരെന്നോ ഗ്രീക്കുകാരെന്നോ അടിമകളെന്നോ സ്വതന്ത്രാണെന്നോ ഭേദം കൂടാതെ ഓരോ ആത്മാവിനെ പാനം ചെയ്യാൻ എല്ലാവർക്കും സാധിച്ചു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു: നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു: നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുൾ ചെയ്തു: നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ പ്രിയപ്പെട്ട ആൻ, ജെഫിൻ, പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പന്തക്കുസ്ത തിരുനാൾ നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ഒരു തിരുനാളാണ്. ഒത്തിരിയേറെ ഒരുക്കങ്ങളോടുകൂടി നമ്മൾ പന്തക്കുസ്ത തിരുനാൾ ആഘോഷിക്കാറുണ്ട്. ഇന്ന് ഈ പന്തക്കുസ്ത തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ തിരുനാളിൻ്റെ ഭാഗമായിട്ട് ചെറിയ ഒരു വിചിന്തനം ചെയ്യുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ കണ്ട ശിഷ്യന്മാർ എവിടെയാണ്, അവരുടെ അവസ്ഥ എന്താണ് എന്ന് വളരെ വ്യക്തമായിട്ട് ഈ സുവിശേഷത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. നമ്മൾ കേട്ടത്
അവർ യഹൂദരെ ഭയന്ന് കതക് അടച്ച് മുറിയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ കതകടച്ച് ഇരിക്കുന്ന ശിഷ്യന്മാരെയാണ് നമ്മളിന്ന് സുവിശേഷത്തിൽ കാണുന്നത്. കതകടച്ച് ഭയന്നിരിക്കുന്നതിൻ്റെ ഒരു കാരണം അവരുടെ കൂടെ വേണ്ട ആള് ഇല്ല എന്നുള്ളതാണ്. യേശുവിൻ്റെ അസാന്നിധ്യമാണ് അവർക്ക് ഭയം നൽകിയത്. കാരണം ഇത്രയും നാളും യേശു അവരുടെ ഗുരുവായിട്ട് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. പെസഹ കാലത്ത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൂടെ കടന്നു പോയപ്പോൾ നമുക്കറിയാം, കുരിശു മരണം കഴിഞ്ഞ് യേശുവിന് നഷ്ടപ്പെട്ട ഒരു അവസ്ഥയാണ് ശിഷ്യന്മാർക്ക് ഉണ്ടായത്. അപ്പോൾ യേശു ഇല്ലാത്ത ഒരവസ്ഥ, യേശു ഇല്ലാത്ത ആ അവസ്ഥയിൽ ഭയമാണ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അപ്പോൾ യേശുവിൻ്റെ അസാന്നിധ്യം തീർച്ചയായിട്ടും അവർക്ക് ഭയം നൽകി, അവർക്ക് ശൂന്യത അനുഭവപ്പെട്ടു. ശൂന്യത അനുഭവപ്പെടുമ്പോഴാണ് നമ്മൾ ഭയന്ന് എല്ലാവരിൽ നിന്നും മാറി ഒറ്റയ്ക്കിരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഭയവും ശൂന്യതയും ഈ ശിഷ്യന്മാരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ അനുഭവിച്ചത് ഏകാന്തതയാണ്. അപ്പോൾ ഈ ഏകാന്തതയും ഒറ്റപ്പെടലും അനുഭവിച്ച് ഇരിക്കുന്ന ശിഷ്യന്മാരെയാണ് ഇന്ന് സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗത്ത് നമുക്ക് കാണുന്നത്. പുറത്തു പോകാൻ, ആ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുവാൻ അവർക്ക് ഭയമാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുന്ന അവസ്ഥയാണ്, ദുഃഖത്തിലാഴ്ന്നു നിൽക്കുന്ന ഒരവസ്ഥയാണ് ഈ ശിഷ്യന്മാരുടെ ഈ മുറിയിൽ അടച്ചിരിക്കുന്ന ഈ സമയം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ വേദനയിൽ, ഭയത്തിൽ, ഈ ഏകാന്തതയിൽ, ഈ മുറിപ്പെട്ട ഈ അവസരത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുന്ന ശിഷ്യന്മാരുടെ അരികിലേക്കാണ് യേശുനാഥൻ കടന്നു വരുന്നത്. അപ്പോൾ യേശു അവരുടെ ഇടയിലേക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ അവരോട് പ്രതിപാദിക്കുന്നത്, അവർക്ക് കൊടുക്കുന്നത് സമാധാനമാണ്. നിങ്ങൾക്ക് സമാധാനം ഞാൻ നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശു അവരുടെ മധ്യത്തിലേക്ക് കടന്നു വരികയാണ്. ഇവരെന്തിനെ ഓർത്താണ് കരഞ്ഞത്? ഇവർ തങ്ങളുടെ തന്നെ ബുദ്ധിമുട്ട്, തങ്ങളെ തന്നെ ഓർത്തല്ല കരഞ്ഞത്. അവരുടെ കൂടെ അത്രയും നാളുണ്ടായിരുന്ന അവരുടെ ഗുരുവായിരുന്ന ദൈവമാണ് എന്ന് അവർ ധരിച്ചിരുന്ന ഈശോ അവർക്ക് നഷ്ടപ്പെട്ട ആ ഈശോ എൻ്റെ കൂടെ ഇല്ലല്ലോ, ആ ഈശോ നഷ്ടപ്പെട്ടു പോയല്ലോ, ഈശോ കുരിശുമരണം സഹിക്കേണ്ടി വന്നല്ലോ. ഈ പീഡകളെല്ലാം കണ്ട ശിഷ്യന്മാരാണ്. ഈ ഈശോയെ ഓർത്താണ് അവർ കരഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ആ ഈശോയെ അവർക്ക് നഷ്ടപ്പെട്ടു. അപ്പം മറ്റുള്ളവരെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന, ഈശോയെ നഷ്ടപ്പെട്ടല്ലോ എന്നോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ശിഷ്യന്മാരുടെ ഇരികിലേക്ക് ഈശോ വന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് സമാധാനം ആശംസിക്കുകയാണ്. ഇങ്ങനെ സമാധാനം നൽകുമ്പോൾ നമ്മൾ കണ്ടു, പരിശുദ്ധാത്മാവിനെ അവൻ നൽകുകയാണ്. പരിശുദ്ധാത്മാവിനെ ലഭിച്ചപ്പോഴേക്കും എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ അവരുടെ ഉള്ളിലേക്ക് കടക്കുകയാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ ജ്ഞാനം, ബുദ്ധി, ആലോചന, അറിവ്, ആത്മശക്തി, ദൈവഭയം, ഭക്തി, ഈ വരങ്ങൾ അവരുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ അവരുടെ ഉള്ളിലേക്ക് നിറഞ്ഞപ്പോഴേക്കും അവരുടെ ഭയം മാറുകയാണ്. അവർക്കുണ്ടായിരുന്ന പേടി മാറി, അവർക്ക് ആത്മശക്തി ഉണ്ടായി. ഈ ആത്മശക്തി ഉണ്ടായി അടച്ചിരുന്ന ശിഷ്യന്മാർ വാതിലുകൾ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വന്ന് ധൈര്യപൂർവ്വം ആരെ പേടിച്ചോ ആ യഹൂദന്മാരുടെ മുഖത്ത് നോക്കി അവർ പറയുകയാണ്, നിങ്ങൾ കുരിശിൽ തറച്ച ക്രിസ്തുവിനെ ഞങ്ങൾ കണ്ടു. നിങ്ങൾ കുരിശിൽ തറച്ച ക്രിസ്തുവിനെ ഞങ്ങൾ കണ്ടു. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോഴേക്കും അവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ, ആ വരദാനങ്ങൾ ലഭിച്ചപ്പോഴേക്കും അവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളാണ് നമ്മൾ ഇതിൽ കാണുന്നത്. മറ്റുള്ളവരെ ഓർത്ത് വേദനിക്കുമ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. നമ്മൾ മറ്റുള്ളവരെ ഓർത്ത് കരയുമ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അവരെ ഓർത്ത് സങ്കടപ്പെടുമ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. നമുക്ക് പലപ്പോഴും സംഭവിക്കുന്നത്, നമ്മളെ ഓർത്ത് കരയും. എൻ്റെ കഷ്ടതയോർത്ത്, എൻ്റെ മുറിവുകളോർത്ത്, എൻ്റെ വേദനയോർത്ത് നമ്മൾ ദുഃഖിക്കും, നമ്മൾ കരയും. അവിടെയല്ല അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. സ്നേഹപൂർവ്വം മറ്റുള്ളവരെ ഓർക്കുമ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് സുവിശേഷത്തിൽ നമ്മൾ കണ്ടത്, ഈശോ അവരുടെ മധ്യേ കടന്നു വന്നിട്ട് എന്താണ് സംഭവിച്ചത്? സമാധാനം ആശംസിച്ചതുപോലെ
അവൻ്റെ മുറിവുകൾ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. നമുക്കറിയാം, ഇവിടെ ഉയർപ്പിന് ശേഷം നമുക്ക് ഈശോയുടെ ഒരു ഉയർത്ത രൂപമുണ്ടായിരുന്നു. ഏത് പള്ളിയിലും ഉയർപ്പ് തിരുനാളിൽ നമുക്ക് ഉയർത്ത ഈശോയുടെ രൂപം കാണാം, അല്ലേ? അപ്പോൾ ഈ ഉയർത്ത ഈശോയുടെ രൂപം കാണുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രത്യേകത? ഒരുമാതിരി എല്ലാ ഉയർക്കപ്പെട്ട രൂപത്തിലും അവൻ്റെ തിരുമുറിവുകൾ നമുക്ക് കാണുവാൻ സാധിക്കും, അല്ലേ? അവൻ്റെ തിരുമുറിവുകൾ കാണുവാൻ സാധിക്കും. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ ഈശോ രൂപാന്തരപ്പെട്ട് പ്രത്യക്ഷപ്പെടുമ്പോഴേക്കും ബാക്കി എല്ലാ മാറ്റങ്ങളും അവന് വരുന്നു. പക്ഷേ ഈ മുറിവുകൾ മാത്രം മാറുന്നത് നമ്മൾ കാണുന്നില്ല. ഉയർത്ത ഈശോയിലും അവൻ മുറിവുകളോട് കൂടിയാണ് ശിഷ്യന്മാരുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഉയർത്ത ഈശോയെ നമ്മൾ കാണുകയാണെങ്കിൽ പോലും ആ വിജയ ശ്രീലാളിതനായി നിൽക്കുന്ന ഈശോയുടെ ശരീരത്തേക്ക് നോക്കുമ്പോൾ അവൻ്റെ തിരുമുറിവുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്തുകൊണ്ടാണ് അവൻ്റെ മുറിവുകളെ ഈ ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുത്തത്? തീർച്ചയായിട്ടും നമുക്കറിയാം. ശിഷ്യന്മാർ ആദ്യം തന്നെ മനസ്സിലാക്കും, അതെ, ഇവനെ കുരിശിൽ തറച്ച മുറിവുകളാണ്. പക്ഷേ അതിലെല്ലാം ഉപരിയായിട്ട് നിങ്ങളോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ഈ മുറിവുകൾ എന്നത് അവൻ കാണിച്ചു കൊടുക്കുകയാണ്. നിങ്ങളോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ഞാൻ ഈ മുറിവുകൾ ഏറ്റെടുത്തുന്നത് എന്ന് വളരെ മനോഹരമായി അവരുടെ മുമ്പിൽ അവൻ പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെയാണ് ആ തിരുമുറിവുകൾ അവൻ കാണിച്ചു കൊടുക്കുന്നത്. സ്നേഹമുള്ളിടത്ത് മുറിവുകളുണ്ടാകും, അല്ലേ? സ്നേഹമുള്ളിടത്ത് മുറിവുകളുണ്ടാകും. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നമ്മൾ മുറിവുകൾ എടുക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥമായിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ സാധിക്കുന്നത്. നമ്മളുടെ ഒരു വലിയ കുറവ്, നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ വളരെ താല്പര്യമാണ്. വിശേഷിച്ച് നമ്മുടെ കുടുംബാംഗങ്ങളെ, നമ്മുടെ മക്കളെ, ഭർത്താവിനെ, ഭാര്യയെ, മാതാപിതാക്കളെ, ഇവരോടെല്ലാവരോടും നമുക്ക് സ്നേഹമുണ്ട്, സ്നേഹിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇവരെ നമ്മൾ സ്നേഹിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരിൽ നിന്നും നമുക്ക് മുറിവുകൾ ഉണ്ടാവുക വളരെ സ്വാഭാവികമാണ്. പക്ഷേ ആ മുറിവുകൾ ഉണ്ടാകുമ്പോൾ ഈ സ്നേഹം വഴി ഉണ്ടാകുന്ന മുറിവുകൾ ഏറ്റെടുക്കുവാൻ നമ്മളിൽ പലരും തയ്യാറല്ല. ചില മാതാപിതാക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് മക്കളിൽ നിന്നുമുണ്ടായ വേദനകൾ, മക്കളെ മാറ്റി നിർത്തുന്ന അവസ്ഥകൾ, മക്കളെ എനിക്ക് വേണ്ട, ഇങ്ങനൊരു മകൻ എനിക്കില്ല, അല്ലെങ്കിൽ ഇങ്ങനൊരു മക്കൾ എനിക്കില്ല എന്ന് പറയുന്ന മാതാപിതാക്കൾ, ഇല്ലെങ്കിൽ ഇങ്ങനൊരു അപ്പൻ എനിക്കില്ല, ഇങ്ങനൊരു അമ്മ എനിക്കില്ല, ഇങ്ങനൊരു ഭർത്താവിനെ എനിക്ക് വേണ്ട, അല്ലെങ്കിൽ ഇങ്ങനൊരു ഭാര്യയെ എനിക്ക് വേണ്ട എന്ന് പറയുന്ന വ്യക്തികളെ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടുണ്ട്, ഇല്ലേ? അങ്ങനെ കണ്ടുമുട്ടുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്? അവർക്ക് ആഴമായ മുറിവുകളുണ്ടായി. ഒരപ്പൻ അല്ലെങ്കിൽ ഒരമ്മ എനിക്കിങ്ങനൊരു മകനില്ല, എനിക്കിങ്ങനൊരു മകളില്ല എന്ന് പറയണമെങ്കിൽ അത്രയും ആഴമായ മുറിവുള്ളത് കൊണ്ടാണ്. പക്ഷേ ഈശോ നമ്മളോട് എന്താണ് കാണിച്ചു തരുന്നത്? മുറിവുകൾ ഏറ്റെടുത്തുകൊണ്ട് സ്നേഹിക്കുന്നവിടത്തെ യഥാർത്ഥ സ്നേഹമുണ്ടാവുകയുള്ളൂ, ആ സ്നേഹത്തിന് വിലയുണ്ടാകുകയുള്ളൂ എന്ന ഒരു വലിയ പഠിപ്പീരാണ് ഇന്ന് പന്തക്കുസ്ത തിരുനാളിൽ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഒരു നിമിഷം തിരിഞ്ഞു നോക്കാം. ഏതെല്ലാം രീതിയിലാണ് നമുക്ക് മുറിവേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്? നമ്മളെ മുറിവേൽപ്പിച്ചിരിക്കുന്ന വ്യക്തികളെ നമ്മൾ ഏത് തലത്തിലാണ്, ഏത് നിലയിലാണ് നിർത്തിയിരിക്കുന്നത്? അവരോടുള്ള ദേഷ്യവും വൈരാഗ്യവും സങ്കടവുമാണോ നമ്മുടെ ഉള്ളിൽ ഉള്ളത്? മറിച്ച് ആ മുറിവുകളെ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് അവരെ സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ഒരു നിമിഷം നമുക്ക് വിചിന്തനം ചെയ്യാം. അങ്ങനെ സാധിക്കുന്നില്ല എങ്കിൽ ഈശോയ്ക്കത് സാധിച്ചു, ഈശോയ്ക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അവന് നമ്മളുടെ ഹൃദയത്തെ മനസ്സിലാക്കാം. ഒരു നിമിഷം നമുക്ക് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൻ്റെ ഹൃദയത്തിലേക്ക് നമുക്കുണ്ടാകുന്ന വേദനകളെ, മുറിവുകളെ വച്ചു കൊടുത്തുകൊണ്ട് സ്നേഹിക്കുവാനുള്ള കൃപ തരണമേ എന്ന് യാചിച്ചാൽ തീർച്ചയായിട്ടും അവന് നമ്മളെ മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ ഇന്ന് ഈ പന്തക്കുസ്ത തിരുനാളിൽ ഈശോ അവരുടെ മധ്യത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നൽകിയതുപോലെ ഇന്ന് നമ്മുടെ ഈ രണ്ട് കുഞ്ഞുമക്കൾ ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിക്കുമ്പോൾ ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. ഈശോ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അവരുടെ ഹൃദയത്തിലേക്ക് അപ്പത്തിൻ്റെ രൂപത്തിൽ ഈശോയെ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊടുക്കുന്നത്. അഫിൻ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്ന് ഈശോ കടന്നു വരുമ്പോൾ ശിഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് ഈശോ കടന്നു വന്നുകൊണ്ട് പരിശുദ്ധാത്മാവിനെ കൊടുത്തതുപോലെ അവൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്.
ഈശോ ശിഷ്യന്മാരുടെ ഇടയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അവർ ധൈര്യപൂർവ്വം പുറത്തേക്ക് പോവുകയാണ്. കാരണം ഈശോ ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ഇന്ന് ദിവ്യകാരുണ്യത്തിലൂടെ നിങ്ങളിലേക്ക് ഈശോ കടന്നു വരുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം തീർച്ചയാക്കാവുന്നത്, ഈശോ എൻ്റെ കൂടെയുണ്ട്, ഞങ്ങളുടെ കൂടെ ഈശോ ഉണ്ട് എന്നുള്ള ഒരു ധൈര്യം, ഒരു ആത്മധൈര്യം, അതുവഴി പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാനും ആ ഈശോയോട് കൂടി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പ്രതിബന്ധങ്ങൾ മാറിപ്പോകുന്നതും ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതും നിങ്ങൾക്ക് തീർച്ചയായിട്ടും അനുഭവിക്കാൻ സാധിക്കും. അതിനുള്ള കൃപ നിങ്ങൾക്ക് ആനും അഫിനും നമ്മൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് നമ്മുടെ വിശ്വാസം ഏറ്റുചൊല്ലാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിനെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവരെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധനുസരിച്ച് മൂന്നാം ദിവസം ഉയർത്തുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്ന് പുത്രനിൽ നിന്ന് പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവരുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, കർത്താവിനോട് കൂടുതൽ തീഷ്ണതയോടെ നമുക്ക് ഈ ദിവസം പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മളെല്ലാവരും ജ്ഞാനസ്നാനം സ്വീകരിച്ച എല്ലാ ജനസമൂഹവും ലോകം മുഴുവനും ഈ ദിവ്യരഹസ്യത്തിൽ സമൃദ്ധമായി പങ്കുചേരുവാൻ കഴിയുമാറാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, പത്രോസിൻ്റെ പിൻഗാമിയാകുവാൻ അങ്ങ് തിരഞ്ഞെടുത്ത പരിശുദ്ധ ലിയോ 14 മാർപ്പാപ്പയെയും രൂപത അധ്യക്ഷനെയും വൈദികരെയും സന്യസ്തരെയും അനുഗ്രഹിക്കണമേ. ക്രിസ്തുവിനെ പ്രഘോഷിച്ചതുപോലെ ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ ഉത്തമ സാക്ഷികളായി ഏത് പ്രതികൂല സാഹചര്യത്തിലും അവിടുത്തെ പ്രഘോഷിക്കുവാൻ വേണ്ട കൃപാവരം നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹനാഥ, ഈ അൾത്താരയ്ക്ക് ചുറ്റും അണഞ്ഞിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും വളരെ പ്രത്യേകമായി ഇന്ന് ആദ്യമായി അങ്ങേ ഹൃദയത്തിൽ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന ഈ കുഞ്ഞുമക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. മാമോദീസയിലൂടെ ഈ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ തെളിഞ്ഞ വിശ്വനാളം അങ്ങേ ദിവ്യകാരുണ്യത്തിൽ സ്വീകരിക്കുന്നതിലൂടെ പൂർവാധികം ഉജ്ജ്വലിക്കാനും അണയാതെ കാത്തു സൂക്ഷിക്കാനും അങ്ങേ കൃപാവരങ്ങളാൽ ഈ കുഞ്ഞുമക്കളെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളുടെയും ദാതാവായ ദൈവമേ, എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ സ്നേഹ സംരക്ഷണത്തിനായി സമർപ്പിക്കുന്നു. പരിശുദ്ധിക്കും പ്രാർത്ഥനയ്ക്കും പ്രമുഖ സ്ഥാനം നൽകിക്കൊണ്ട്
അങ്ങേ സന്തോഷത്തിലും സമാധാനത്തിലും ക്രിസ്തീയ മൂല്യങ്ങളെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്ന് മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹദാത, എല്ലാ യുവജനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ലോകം വച്ച് നീട്ടുന്ന സുഖങ്ങളെല്ലാം ക്ഷണികമാണെന്ന് തിരിച്ചറിയുവാനും അങ്ങേ സ്വരം ശ്രവിച്ച് നേരിൻ്റെ പാതയിൽ നടക്കാനുള്ള ആത്മീയ ഉണർവും ധൈര്യവും നൽകി അവരെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ ഭവനമൊരുക്കി കരുണയോടെ ഞങ്ങളെ കാത്തിരിക്കുന്ന നാഥ, ഈ ലോകത്തിൽ അങ്ങ് ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റി അങ്ങേ പക്കലേക്ക് യാത്രയായ എല്ലാവരെയും ഏറെ പ്രത്യേകമായി പ്രാർത്ഥനാ സഹായം ലഭിക്കാതെ ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുന്നവരുടെയും മേൽ കരുണ തോന്നണമേ. അവരുടെ പാവങ്ങൾ പുറത്ത് അങ്ങ് ഒരുക്കിയ സ്വർഗീയ സമ്മാനത്തിന് അവരെ യോഗ്യരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മളിവിടെ സമർപ്പിച്ച പ്രാർത്ഥനകളോടൊപ്പം നമ്മുടെ വ്യക്തിപരമായ എല്ലാ പ്രാർത്ഥനകളും ഈ അൾത്താരയിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മളോട് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്ന വ്യക്തികൾ, നമ്മുടെ പ്രാർത്ഥനയെ ആശ്രയിക്കുന്ന വ്യക്തികൾ, നമ്മളെ മുറിപ്പെടുത്തിയത് മൂലം നമുക്ക് സ്നേഹിക്കാൻ കഴിയാതെ പോയ നമ്മുടെ പ്രിയപ്പെട്ടവർ എല്ലാവരെയും ഈ വിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ ജനത്തിൻ്റെ പ്രാർത്ഥനകളോട് കൂടെ അങ്ങ് ആയിരിക്കണമേ. ആത്മവിശ്വാസത്തോടെ ചോദിക്കാൻ അവർ തുനിയാത്തതുപോലും അങ്ങേ പുത്രൻ്റെ പീഡാസഹനത്തിൻ്റെ യോഗ്യതകളാൽ സംപ്രാപിക്കുമാറാകട്ടെ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. ഹൃദയത്താലമീനിനാഥ വന്നിടുന്നു സന്നിധി, കാഴ്ചയായി നിന്റെ മുന്നിൽ നിന്നിടുന്നു സാദരം. ഹൃദയത്താലമീനിനാഥ വന്നിടുന്നു സന്നിധി, കാഴ്ചയായി സാദരം. പൂർണ്ണമായി നൽകിടുന്നു ഭക്തിയാർന്നു ഞങ്ങളെ, പൂർണ്ണമായി നൽകിടുന്നു ഭക്തിയാർന്നു ഞങ്ങളെ. നമ്മ പൂർണ്ണ പാലക ഇന്നേകണേ നിദർശനം. പൂർണ്ണ പാലക ഇന്നേകണേ നിദർശനം. ഹൃദയത്താലമീനിനാഥ വന്നിടുന്നു സന്നിധി, കാഴ്ചയായി നിന്റെ മുന്നിൽ നിന്നിടുന്നു സാദരം.
ഞങ്ങളിൽ പ്രസാദമാർന്നു ദിവ്യദാനമായി നീ. ഞങ്ങളിൽ പ്രസാദമാർന്നു ദിവ്യദാനമായി നീ. സ്നേഹമാർന്ന കൈകൾ നീട്ടി സ്വീകരിക്ക കാഴ്ചകൾ. സ്നേഹമാർന്ന കൈകൾ നീട്ടി സ്വീകരിക്ക കാഴ്ചകൾ. ഹൃദയതാള വന്നിടുന്നു സന്നിധി. കാഴ്ചയായി നിന്റെ മുന്നിൽ നിന്നിടുന്നു സാദരം. പൂർണ്ണമായി നൽകിടുന്നു ഭക്തിയാന്നു ഞങ്ങളെ. പൂർണ്ണമായി നൽകിടുന്നു ഭക്തിയാർന്നു ഞങ്ങളെ. നന്മ പൂർണ്ണ പാലക ഇന്നേകമേ നിൻ ദർശനം. പൂർണ്ണ പാലക ഇന്നേകണേ നിൻ ദർശനം. ഹൃദയതാള വന്നിടുന്നു സന്നിധി. കാഴ്ചയായി നിന്റെ മുമ്പിൽ നിന്നിടുന്നു സാദരം. സഹോദരൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നാമത്തിലെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ പുത്രന്റെ വാഗ്ദാനമനുസരിച്ച് പരിശുദ്ധാത്മാവ് ഈ ബലിയുടെ രഹസ്യം സത്യമായി വെളിപ്പെടുത്തുവാനും എല്ലാ സത്യങ്ങളും കാരുണ്യപൂർവ്വം അനാവരണം ചെയ്യുവാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങ് പെസഹ രഹസ്യം പൂർത്തിയാക്കിക്കൊണ്ട് അങ്ങേ ഏകജാതന്റെ സംസർഗത്തിലൂടെ ദത്തപുത്രരായിരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഇന്ന് പരിശുദ്ധാത്മാവിനെ വർഷിക്കുകയും ചെയ്തു. സഭയുടെ ആരംഭം കുറിച്ച് അവിടുന്ന് സകല ജനതകൾക്കും ദൈവീക ജ്ഞാനം പ്രദാനം ചെയ്യുകയും വ്യത്യസ്തമായ ഭാഷകൾ ഒരേ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനത്താൽ ഒന്നാക്കി തീർക്കുകയും ചെയ്തു. ആകയാൽ പെസഹ സന്തോഷത്താൽ നിറഞ്ഞ് ഭൂതലത്തിലെ സകല ജനങ്ങളും ആഹ്ലാദിക്കുന്നു. മാത്രമല്ല, ഉന്നത ശാക്തികന്മാരും മലാഖവൃന്ദങ്ങളും അവിരാമം സ്തുതിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഒന്ന് ചേർന്ന് ആലപിക്കുന്നു.
പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവ് ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും പിൻഗലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന തിരുനാമത്തിൽ ഓരോരേക്കും ധന്യനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പൗത്രീകരിക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്നും കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയിർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു.
ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലിയോ പാപ്പയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങ് കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിലെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തലരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിൻ വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്കേറ്റു ചൊല്ലാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങളുടെ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗ്ഗത്തിലെ പോൽ നിന്നുള്ള പാലിയുമായിടേണം. അന്നന്നു വേണ്ടുന്ന ആഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങളുടെ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നും നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പസ്തോലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങയുടെ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങൾ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങൾ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങൾക്കും ശാന്തി നൽകണമേ.
ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ഓർമ്മവച്ച നാൾ മുതൽ ഓസ്തിയിൽ നിന്നെ കാണുന്നു, വാഴ്ത്തുന്നു. ഓർമ്മവച്ച നാൾ മുതൽ ഓസ്തിയിൽ നിന്നെ കാണുന്നു, വാഴ്ത്തുന്നു. കുഞ്ഞുനാൾ മുതലെന്റെ മാനസത്തിന്റെ ഭാഗ്യമേ, കുഞ്ഞുനാൾ മുതലെന്റെ മാനസത്തിന്റെ ഭാഗ്യമേ, ഓർമ്മവച്ച നാൾ മുതൽ ഓസ്തിയിൽ നിന്നെ കാണുന്നു, വാഴ്ത്തുന്നു. എല്ലാവരും നിന്നെ സ്വീകരിക്കാനായി വയചേരുന്നത് കണ്ട നേരം ആയിരം നാവിൽ കുർബാനയായി അവിടുന്ന് അലിയുന്ന നേരം എന്ന് ഞാനും പ്രാർത്ഥിച്ചിരുന്നു. ഈശോവരണേ ഉള്ളിൽ
ഓർമ്മ വച്ച നാൾ മുതൽ ഓസ്തിയിൽ നിന്നെ കാണുന്നു വാഴ്ത്തുന്നു. കാരുണ്യം സ്വീകരിക്കാനായി ഞാനും കൊതിച്ചിരുന്നു. കൈകൂപ്പി വന്ന് കൈക്കൊള്ളുവാനായി ഉള്ളം കൊതിച്ചിരുന്നീശോ. എന്ന് ഞാനും പ്രാർത്ഥിച്ചിരുന്നു. ഈശോ വരണേയുള്ളിൽ എന്ന് ഞാനും പ്രാർത്ഥിച്ചിരുന്നു. ഓർമ്മ വച്ച നാൾ മുതൽ ഓസ്തിയിൽ നിന്നെ കാണുന്നു വാഴ്ത്തുന്നു. എല്ലാരും നിന്നെ സ്വീകരിക്കാനായി നിരചേരുന്നതോ കണ്ട നേരം ആയിരം നാവിൽ കുർബാനയായി അവിടുന്ന് അലിയുന്ന നേരം ഈശോ എന്ന് ഞാനും പ്രാർത്ഥിച്ചിരുന്നു. ഈശോ വരണേയുള്ളിൽ എന്ന് ഞാനും പ്രാർത്ഥിച്ചിരുന്നു. ഓർമ്മ വച്ച നാൾ മുതൽ ഓസ്തിയിൽ നിന്നെ കാണുന്നു വാഴ്ത്തുന്നു. മുതലെന്റെ മാനസത്തിന്റെ ഭാവമേ മുതലെന്റെ മാനസത്തിന്റെ ഭാവമേ ഓർമ്മ വച്ച നാൾ മുതൽ ഓസ്തിയിൽ നിന്നെ കാണുന്നു വാഴ്ത്തുന്നു. ഇന്ന് പെന്തക്കോസ്ത് ദിവസം ആഘോഷിക്കുന്ന നമുക്ക് ദൈവത്തിന് പ്രത്യേകം നന്ദി പറയാം. ഇന്ന് ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിച്ച അന്നും അഫീനും പ്രത്യേകം അഭിനന്ദനങ്ങൾ. തുടർന്നും എല്ലാ ദിവസവും ഈശോ നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോ നിങ്ങളുടെ കൂടെയുള്ള ധൈര്യത്തിൽ മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും തരികയും ചെയ്യുന്നു. നമുക്ക് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം.
പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ സഭയ്ക്ക് സ്വർഗീയ ദാനങ്ങൾ പ്രദാനം ചെയ്യുകയും അങ്ങ് നൽകിയ കൃപ കാത്തു സൂക്ഷിക്കുകയും ചെയ്യണമേ. അങ്ങനെ വർഷിക്കപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ ദാനം ശക്തമാകുവാനും ആത്മീയ ഭോജനം നിത്യമായ പരിത്രാണത്തിൻ്റെ വർധനയ്ക്ക് ഉപകരിക്കുവാനും ഇടയാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. സ്നേഹം ചൊരിയും നാഥൻ അമലമനോദരിയാമമ്മേ. അനുഭവ സ്നേഹം ചൊരിയും നാഥൻ അമലമനോദരിയാമമ്മേ. ആദ്രതയോടെ കരങ്ങൾ നീട്ടി അലിയും നിറകുടമേ. അമ്മേ അമലേ, സ്നേഹത്തിൻ മാതൃകയേ, അമ്മേ വിമലേ, കാരുണ്യസാഗരമേ, അമ്മേ വിമലേ, കാരുണ്യസാഗരമേ. കാൽവരി മലയിൽ തിരുസുതനോടൊത്തു പാപിയെനിക്കായി കരഞ്ഞവളേ. കാൽവരി മലയിൽ തിരുസുതനോടൊത്തു പാപിയെനിക്കായി കരഞ്ഞവളേ. ആലംബമായി ആശ്രയമായി എൻ ജീവ വഴികളിൽ അണയണമേ. ആലംബമായി ആശ്രയമായി എൻ ജീവ വഴികളിൽ അണയണമേ. അമ്മേ അമലേ, സ്നേഹത്തിൻ മാതൃകയേ, അമ്മേ വിമലേ, കാരുണ്യസാഗരമേ, അമ്മേ വിമലേ, കാരുണ്യസാഗരമേ.
ദുഃഖങ്ങളിൽ തകച്ചവരിൽ മാധ്യസ്ഥമേഖണിതായേ നീ. ദുഃഖങ്ങളിൽ തകച്ചവരിൽ മാധ്യസ്ഥമേഖണിതായേ നീ. അനുപമ സ്നേഹം ചൊരിയുന്നാതെ അമല മനോഹരിയാമമ്മേ. അനുപമ സ്നേഹം ചൊരിയും നാദേ അമല മനോഹരിയാമമ്മേ. പാതയോട് കരഞ്ഞണീട്ടി അലിവിൻ നിറകുടമേ. അമ്മേ അമലേ സ്നേഹത്തിൻ മാതൃകയേ. അമ്മേ വിമലേ കാരുണ്യസാഗരമേ. അമ്മേ വിമലേ കാരുണ്യസാഗരമേ. കുഴപ്പമില്ല, നമ്മൾ കൊണ്ട് ഒപ്പിച്ചു.
ഒന്നായിരുന്നു. കുഴപ്പമില്ല, അങ്ങനെ മോളെ പകലുണ്ട് ചേർന്ന് മോൻ അവിടെ തന്നെ കുറച്ചങ്ങ് നിൽക്കുന്നത്. ഓക്കെ സ്മൈൽ ഓക്കെ. നമുക്കേ ഇനി ബാക്കി ഇപ്പോൾ ആൾക്കാരൊക്കെ പുറത്ത് പോയിട്ടുണ്ട്. ഹാളിൽ വെച്ചാൽ പോരെ, ഇവിടുത്തെ ഫോട്ടോ സ്റ്റോപ്പ് ചെയ്യുന്നതല്ലേ ഉള്ളത്. എനിക്കറിയില്ല, അത് അല്ലേട്ടനെടുത്ത് ചോദിച്ചു. Okay, smile, here. Here, look here. Okay. Okay. Perfect. Slow, you know. ഒരാളെ ശരി ഓക്കെ ഇവിടെ വയ്ക്കും. ഓക്കെ സ്മൈൽ വെയിറ്റ് ഓൾമോസ്റ്റ് സ്മൈൽ ഹിയർ. ഓക്കെ ഏതാ ഡ്രസ്സ് ടോട്ടൽ ഇങ്ങോട്ട് നീങ്ങാമോ? ആ മതി. ആ റെഡി സ്മൈൽ ഫോണിലുണ്ട്. ഒരാളപ്പുറത്ത് വരും. ചേർന്ന് കൊണ്ട് ഇത്തിരി കയറി മതി. അടുത്താ മോളെ കുറച്ച് ചേഞ്ച് ചെയ്ത് നമ്മൾ സ്മൈൽ ഓക്കെ. അടുത്തു ഓക്കെ ചേർന്നു. ഓക്കെ ഹിയർ സ്മൈൽ വെയിറ്റ് one more smile here. Smile. Okay, done.
ഇച്ചിരി സൈഡ് വരും, മോളെ സൈഡ് വരും. ഓക്കെ, സ്മൈൽ സ്മൈൽ. മോളിവിടെ നോക്കി. ഹലോ, ഓക്കെ, സ്മൈൽ. എല്ലാവരും ഇവിടെ നോക്കി. ഓക്കെ, സ്മൈൽ സ്മൈൽ. മോളെവിടെ? അതെ. ആ, അത് എടുത്തതാ. ഓക്കെ, അടുത്ത് കുറച്ച് സൈഡ് വയ്ക്കും. ചേർന്നു കുറച്ച് കയറുന്നു. മോളെ അവിടെ നിന്ന് ഇത്തിരി സൈഡ് വയ്ക്കും. ഓക്കെ, ഹിയർ സ്മൈൽ. അത് ഇവിടെ കഴിഞ്ഞ് ഹോളിൽ ഫോട്ടോ എടുക്കുന്നില്ല. ഹോളിൽ ഫോട്ടോ പ്രായത്തിൽ പേരോ അടുത്തു ചേർന്നതിൻ്റെ മോളെ സൈഡിലാക്കി. അടുത്ത് കുറച്ചും അടുത്തു മോളെ ചേർന്നു. ഈ സൈഡിൽ അടുത്ത്. ഓക്കെ, ഹിയർ സ്മൈൽ സ്മൈൽ സ്മൈൽ. ഹിയർ മാറല്ലേ. വൺ മോർ ഹിയർ സ്മൈൽ. സിനിമയിലുണ്ട് ജയ 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 അടിയുടെ കമന്റ്. നമ്മുടെ പയ്യന്മാര് നമ്മളെ പയ്യന്മാരാണ് ഇഷ്ടപ്പെടുന്നത്. Okay, ready here? Smile, smile, smile here. Just here. Just one more. Smile, smile here. Okay. Thank you. Baba. Hello.
വന്നേ. Okay, here. Look here. Okay, here. Ready? Smile here, smile here. Okay. Agora. Okay, here. ഓക്കെ ഇത് ഇവിടെ കുത്തിടണം അതിന് ചേർന്നു കുറച്ചുകൂടെ ബാക്കിലേക്ക് ഇറങ്ങി ചേർന്നു ബാക്കിൽ ആ സാറേ ഓക്കെ ഹിയർ ഹിയർ സ്മൈൽ വെയിറ്റ് വൺ മോർ കേട്ടാ ഒരാൾ ഈസ് വരും വരണ്ട മോൻ്റെ അടുത്ത് പോയി നോക്കാം താഴത്തിന് ആ കുഴപ്പമില്ല ഇതൊക്കെ നീങ്ങാമല്ലോ ആ താഴെ അല്ല ഈ ഗ്യാപ്പിലോ ആ കുറച്ച് ബാഗ് അതിപ്പോൾ അവിടെ ഫോട്ടോ എടുക്കണം മോളെ ഓക്കെ ഇവിടെ നോക്കി ഓക്കെ Smile here. One more here. Look here. നിങ്ങൾ സ്മൈലിംഗ് കാണുന്നു ഓക്കെ അടുത്താൽ മതിയേ മോനെ കുറച്ച് ട്രെയിൻ ചെയ്തേ മോൻ ഓക്കെ മോളെ കുറച്ച് ഇങ്ങോട്ട് ട്രെയിൻ ഇപ്പോൾ ചോദിച്ചിട്ട് ഇപ്പോൾ ഇത്തിരി കയറി നമ്മൾ ഓക്കെ ഓക്കെ ഇത്തിരി മതി എല്ലാവരും ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിച്ച താഴെ പിടിച്ചാൽ ഉണ്ടാവുക ആ ഒന്ന് ചേർന്ന് വന്നു ഓക്കെ എല്ലാവരും ചേർന്ന് എല്ലാവരും ചേർന്ന് ഓക്കെ ഓക്കെ ഹിയർ സ്മൈൽ 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 മോനെ ഇവിടെ നോക്കി മോനെ തല തരാക്കി മോൻ്റെ ഫേസ് ഹെഡിങ്ങനെ തരാക്കി ലുക്ക് അല്ല ഈ മോൻ്റെ കറക്റ്റാണ് കുറച്ച് സെൻറ്റർ ചെയ്താണ് എല്ലാവരും ചേർന്ന് വന്നാൽ കറക്റ്റായി ആ കൈ കുറച്ച് താത്തി വെച്ചു ആ ഓക്കെ ചേർന്ന് ഓക്കെ സ്മൈൽ സ്മൈൽ നല്ല ചിരിച്ച എല്ലാവരും നല്ല ചിരിച്ചിട്ട് ചിരി വരുന്നില്ലല്ലോ വൺ മോ ലാസ്റ്റ് വൺ ഹിയർ സ്മൈൽ ആ ഡൺ
പോട്ടെ ഹാളിലേക്ക് പോട്ടെ ഹാളിലേക്ക് ഒരു എന്തേ